ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4ൻ്റെ 11th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ടിയാനിനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ വയ്യാണ്ടായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ലിൻഷ അവനെ കെയർ ചെയ്യാനായിട്ട് അടുത്തിരിപ്പുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ മാംഗ്ലി വരുന്നുണ്ട് കേട്ടോ. മാംഗ്ലി വന്നിട്ട് ഒരു മരുന്നിനെ കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ടിയാനുള്ളതാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട് പാവം സീങ്ങിനാണ് ഒട്ടും വയ്യാത്തത്, നീ ഇത് അവനെ കൊണ്ടു കൊടുക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും സീങ് ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, നമ്മുടെ ടിയാനും ഒട്ടും വയ്യ, നീ അവന് ആ മരുന്ന് കൊണ്ടു കൊടുക്കണം, അതേപോലെ ലിൻഷക്കും വയ്യാതിരിക്കാൻ അവളെയും ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വെച്ചാണെന്ന് മാംഗ്ലി ലിൻഷിനോട് പറയും കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ലിൻഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവൻ ഇത്രയും നല്ല മനസ്സുള്ളവനായിരുന്നോ എന്നുള്ള രീതിയിൽ നമ്മുടെ ലിൻഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലിൻഷ് പറയുന്നുണ്ട് ഇത്രയും നാളും എന്നെ കെയർ ചെയ്ത് ടിയാനാണ്, ഇനി ഞാൻ അവനെ കെയർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിനെ മനസ്സിൽ ആലോചിക്കണം. അതായത് മാംഗ്ലി ഒളിഞ്ഞൊന്നും കേട്ടായിരുന്നില്ല, മറ്റേ മാസ്ക് വെച്ച പുള്ളിക്കാരൻ വന്നിട്ട് നമ്മൾ ടിയാനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവള് സത്യം തന്നെയാണ്, ഇവള് ഭയങ്കര മനസ്സറിഞ്ഞ് തന്നെയാണോ ടിയാനെ നോക്കുക എന്നുള്ള ഡൗട്ട് അവൾക്ക് ഉണ്ട് കേട്ടോ. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ലിൻഷ ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്നിട്ട് പോകുമ്പോഴത്തേക്കും അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അതായത് ആ മരിച്ചുപോയ പെണ്ണില്ലേ മിങ്ഷു, അവളിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ എത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരോട് കള്ളം പറയരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവൾ പറഞ്ഞതൊക്കെ നമ്മുടെ ലിൻഷ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ലിൻഷ അതൊക്കെ വിട്ടിട്ട് വേഗം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചിനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ 4 പേര് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സീങ്ങിൻ്റെ അസിസ്റ്റൻസും വേറെ 2 പേരും സംസാരിച്ചത്. അതായത് നമ്മുടെ ടിയാൻ ഇവിടെ കിടത്തുന്ന അത്ര നല്ലതൊന്നുമല്ല, അവൻ ഇത്രയും ദ്രോഹിയായ ഒരാളുടെ മകനാണ്, അപ്പോൾ ഇവരും ഇവിടെ കിടത്തിയത് നമ്മുടെ തലയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ആ ജൂനിയേഴ്സ് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ലിൻഷക്ക് ഭയങ്കര ഡൗട്ടാവും കേട്ടോ. ഇവൾ നമ്മുടെ ടിയാൻ്റെ അടുത്തേക്ക് പോകുന്നിട്ട് കുറേ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇവളെ വേഗം നമ്മുടെ സീങ്ങിൻ്റെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ, സീങ്ങിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റായിരിക്കും. അപ്പോൾ ലിൻഷനെ കാണുമ്പോഴത്തേക്കും സീങ് ഭയങ്കരമായിട്ട് ഷോക്കാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അവനിങ്ങനെ ഡ്രസ്സൊക്കെ വെപ്രാളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ച് വേഗം വന്നിട്ട് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സീങ് പറയുന്നത് നീ വേഗം പൊക്കെ എന്ന രീതിയിലേക്ക് നമ്മുടെ സീങ് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്, അത് നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, പിന്നെ നാട്ടുകാരൊക്കെ അറിയും ഒരു പെങ്കൊച്ച് രാത്രി നിന്റെ റൂമിലിരിക്കുന്നത് നിനക്ക് മോശക്കേടാ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലും നമ്മുടെ പെങ്കൊച്ച് എന്നെ സീനോട് പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സീൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനെ പറയുന്നുണ്ട് നമ്മുടെ ടിയാൻ്റെ അച്ഛനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ മോശമായിട്ട് പറയുന്നുണ്ട്, അതെന്താ അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയണം എന്നുള്ള രീതിയിൽ സീനോട് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ സീങ് പറയുന്നുണ്ട് അതായത് കുറേ നാൾക്ക് മുന്നേ അയാളൊരു ദ്രോഹം ഈ ലോകത്തോട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ദ്രോഹം കാരണം 3000-ഓളം ആൾക്കാർ അവിടെ നിന്ന് നശിച്ചു പോയിട്ടുണ്ട്. വിരലെല്ലാവുന്ന ആൾക്കാർ മാത്രമേ പിന്നീട് ആ ഒരു ഗ്രാമത്തിൽ ഇരുന്നിട്ടുള്ളൂ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവിടെയുള്ള തലൈവർ മരിച്ചുപോയി, അതുപോലെ ചെറിയ തലൈവർ മരിച്ചുപോയി, ഇതിനൊക്കെ കാരണം ടിയാൻ്റെ അച്ഛനാണ്, അതുകൊണ്ടാണ് അവർ ഏറ്റവും വലിയ ദ്രോഹി എന്ന് ആൾക്കാർ പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷക്കാണെങ്കിൽ വലിയ സങ്കടമാവും, അവൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നേ ഉണ്ടാവില്ല. അവളിങ്ങനെ ഓരോന്നൊക്കെ പിറുപിറുക്കിയിട്ട് നമ്മുടെ ടിയാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ടിയാൻ ഇങ്ങനെ കിടക്കായിരിക്കും, അവൾ അതിൻ്റെ അടുത്ത് പോയി ഷോക്കായിട്ട് പറയാണ് ടിയാൻ നീ അച്ഛനെ പറ്റി അറിയുമ്പോൾ വിഷമിക്കരുതിടാ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ ടിയാൻ അവൻ്റെ അച്ഛനെ പറ്റി അന്വേഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ആ വാള് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, വാള് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാസ്ക് മാൻ എനിക്ക് മരുന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ എന്നെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ഓൾറെഡി നേരത്തെ എണീറ്റിട്ട് അവൻ്റെ അച്ഛൻ്റെ ആ ഒരു ഓർമ്മപ്പലകയുടെ മുന്നിൽ പറയണം. അതായത് അച്ഛ ലിൻഷയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻ്റെ ശരീരത്തിലെ എല്ലാ കൂൾനെസ്സും അവളുടെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് അവളുടെ ശരീരം പോലും നോക്കാതെയാണ് അവളെന്നെ സഹായിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ് അച്ഛ, എനിക്കിനി അവൾക്ക് എന്ത് വന്നാലും അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മുടെ ലിൻഷനെ പറ്റി ഇങ്ങനെ പറയാൻ കേട്ടോ അച്ഛനോട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലിൻഷ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും അവളുടെ കണ്ണൊക്കെ നിറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ വന്നിട്ട് പറയും സോറി ലിൻഷ, ഞാൻ ഒച്ചയിലാണോ സംസാരിച്ചേ, ഞാൻ പതുക്കെ സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒച്ചയിൽ ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടില്ല കേട്ടോ. അവളിങ്ങനെ കണ്ണൊക്കെ കലങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പെങ്കൊച്ച് ഭയങ്കര ഷോക്കായിട്ട് വരുന്നത് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ വൈൻ ഷോപ്പിൽ വന്നിട്ട് വൈനൊക്കെ കുടിക്കാൻ
ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ രണ്ടുപേര് വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേര് വന്നിട്ട് ഒരാൾ പറയുന്നത് എൻ്റെ സീറ്റാണെന്നൊക്കെ പറയും, വേറൊരാൾ എന്താണ് അവളായിട്ട് ഇങ്ങനെ തല്ലു പിടിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ആ ലേഡി അവരുടെ ശക്തി ഉപയോഗിച്ചിട്ട് അവൻ്റെ കാലിലേക്ക് ആ ശക്തി കൊടുക്കുമ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ വീണ് പോവാണ് കേട്ടോ. എന്നിട്ട് ലിങ്ഷനോട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ലേഡി ആരാന്ന് വെച്ചാൽ നമ്മൾ സീയിങ്ങിൻ്റെ ആ ഒരു ഭൂതകാലത്തേക്ക് പോയപ്പോഴത്തേക്കും സീയിങ്ങിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിക്കുന്ന മാസ്റ്റർ ലേഡി ഉണ്ടായിരുന്നല്ലോ, ആ ലേഡി ആയിരിക്കും കേട്ടോ. ആ ലേഡി നമ്മുടെ ലിങ്ഷൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ ലേഡി തന്നെയായിരിക്കും നമ്മുടെ മാംഗ്ലിക്ക് പണ്ട് ഒരുപാട് മന്ത്രമുള്ള ബുക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ നമ്മുടെ മാംഗ്ലിയുടെ ഫസ്റ്റ് മാസ്റ്ററും ഈ ലേഡി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ലേഡി ചോദിക്കുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയാണ് കുടിച്ചത്? ലൈഫിൽ ഒരുപാട് ആൾക്കാർ വൈൻ കുടിക്കലുണ്ട്, സന്തോഷം വരുമ്പോൾ കുടിക്കും, സങ്കടം വരുമ്പോൾ കുടിക്കും, അല്ലാതെയും കുടിക്കും, നീ എന്തുകൊണ്ടാണ് കുടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച ശോകം എനിക്ക് മനസ്സിലത് താങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവളുടെ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട്, ലിങ്ഷ് ഇങ്ങനെ മാസ്റ്ററോട് പറയുന്നുണ്ട്, നിങ്ങൾ വേണേൽ ധീരയായ വനിതയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ പറയുന്നുണ്ട്, നമുക്കത് വൈൻ കോമ്പറ്റീഷൻ നടത്തിയാലോ എന്നുള്ള രീതിയിലൊക്കെ അവനെ സംസാരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു മാസ്റ്റർ എന്താണ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മാസ്റ്റർ പറയുന്നുണ്ട്, എൻ്റെ പേരാണ് ഷൻ, നമുക്ക് വീണ്ടും കാണാമെന്നുള്ള രീതിയിലൊക്കെ എന്നെ സംസാരിച്ചിട്ട് അവർ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീനിലേക്കാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചിനെ നടന്നു വരാണ്. ആ ടൈമിൽ തന്നെ മാസ്ക്മാൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. മാസ്ക്മാൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ ഒന്നും പാലിക്കാത്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പെങ്കൊച്ചിനൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോഴത്തേക്കും മാസ്ക്മാൻ പറയുന്നത്, നീ എന്താ കരുതിയത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ 3 ദിവസം മുന്നേ ടിയാനെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലെന്ന് പറയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പെങ്കൊച്ചിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടെ. അതായത് അവളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ട് മിങ്ഷുവിൻ്റെ ആത്മാവായിരുന്നല്ലോ അവളുടെ ശരീരത്തിൽ, ആ ഉള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിങ്ഷു പറഞ്ഞത് എന്താണ്, അത്രയും വിശ്വസിക്കുന്നവരോട് കള്ളം പറയരുതെന്നുള്ള രീതിയിൽ പറഞ്ഞതൊക്കെ നമ്മുടെ പെങ്കൊച്ചിന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പെങ്കൊച്ചിനെ പറയുന്നുണ്ട്, നീ എന്താണ് കള്ളനാണ്, നീ പറഞ്ഞ പോലെ ഞാൻ ടിയാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നീ എനിക്ക് മരുന്ന് തന്നില്ല, നീ ഇത്രയും ചതിനാന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ മാസ്ക്മാനോട് പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, എന്താണ് മാംഗ്ലിയും ടിയാനും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, അവരെൻ്റെ ഫ്രണ്ട്സാണ്, ആരെങ്കിലും ഫ്രണ്ട്സിനോട് കള്ളം പറയൂ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയാണ് കേട്ടോ അവനോട്. ആ ടൈമിൽ തന്നെ നമ്മുടെ മാസ്ക്മാൻ ചോദിക്കുന്നത്, എന്താ ഫ്രണ്ട്സിനോട് കള്ളം പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നില്ല, എന്താണ് കള്ളം പറയാൻ പാടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, അപ്പോൾ നീ എന്നെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് കാണണം, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ കള്ളം പറയാത്തെന്നുള്ള രീതിയിൽ പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക്മാന് ഭയങ്കര സന്തോഷമാവും. അവളെ വാങ്ങിച്ചു കൊടുത്ത പാവം നോക്കി ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടിയാനും മാംഗ്ലിയും സീയും കൂടെ നമ്മുടെ ലിങ്ഷനെ കാണാണ്ട് വരെ നെർവസ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ ലിങ്ഷ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിങ്ഷൻ്റെ അടുത്ത് പോയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ടിയാനും മനസ്സിലാവും അവൾ വൈൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ പെങ്കൊച്ചിനെ പറയുന്നുണ്ട്, ചിലർ സന്തോഷം കാരണം കുടിക്കും, ചിലർ സങ്കടം കാരണം കുടിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീക്കിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലായത് മാസ്റ്റർ പറയുന്ന ഡയലോഗാണല്ലോ എന്നുള്ള രീതിയിൽ സീക്കിനെ പറയും കേട്ടോ. അതേപോലെ തന്നെ മാംഗ്ലിയും പറയും, എൻ്റെ മാസ്റ്റർ പറയുന്ന ഡയലോഗാണല്ലോ അല്ലെങ്കിൽ അവൾ പറയാം. അപ്പോൾ ഇവർ രണ്ടാളിനെ നോക്കുകയാണ്, ഇവർ രണ്ടാളുടെയും മാസ്റ്റർ ഒരാളാണെന്നുള്ള രീതിയിൽ ഇവർ രണ്ടാളിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടിയാൻ കേട്ട് നിൽക്കുന്നുണ്ട്. ടിയാൻ ചോദിക്കുന്നുണ്ട്, ഓഹോ നിങ്ങൾ സീനിയർ ജൂനിയർ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മാസ്റ്റർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയും പറയുന്നുണ്ട്, 10 വർഷം മുന്നേ നമ്മുടെ മാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഇവിടെ നിന്ന് പോയതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ലിങ്ഷ മൈൻഡ് ആക്കുന്നില്ലാണ്ട് ലിങ്ഷ പറയുന്നുണ്ട്, ഓക്കെ ഞാനന്ന് പോയി കിടക്കട്ടെ, നിങ്ങളവിടെ നിന്നോന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിപ്പോൾ പോകുന്നത്, നിനക്ക് നാളെ നമുക്ക് ഊർക്ക് പോകണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട്, ഞാനൊന്നുമില്ല നിങ്ങൾ പൊക്കോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടാളും വേറെ ഷോക്കാവുന്നുണ്ട്, ഇവർക്ക് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ നിന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, അവളിപ്പം വൈൻ കുടിച്ചിട്ടുണ്ടാവും, നാളെ എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ടിയാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ഷ പറയുന്നുണ്ട്, നിങ്ങൾ ഊർക്ക് പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നത്, നീ എന്ത് മണ്ടത്തരം പറയുന്നേ, നീ ഞങ്ങളുടെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാസ്ക്മാന് നീ എന്നെ വാള് കൊടുക്കാം, മാസ്ക്മാന് വാള് കൊടുത്താലല്ലേ നിനക്ക് എന്താണ് മരുന്ന് കിട്ടുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അയാൾ ഷോക്കാവും, ഇവനെങ്ങനെ അറിഞ്ഞുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ കാണിക്കുന്നത്, അതായത് നമ്മുടെ ലിങ്ഷ മാസ്ക്മാനോട് സംസാരിച്ച് നമ്മുടെ മാംഗ്ലി മാത്രമല്ല കേട്ടോ കേട്ടിട്ടുണ്ടാവുക, നമ്മുടെ ടിയാനത് കേട്ടിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മുടെ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിന്നെ ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, പിന്നെ നിന്റെ കസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ നിനക്ക് തന്ന വാളല്ലേ, അത് ഞാൻ നിന്റെ ഇത് വാങ്ങുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഇത് വെറൊരു വാളാണ്, പിന്നെ അച്ഛൻ എനിക്ക് ആ വാള് തന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുഖ്യമായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ എനിക്കും മുഖ്യമായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു വാള് അച്ഛൻ സമ്മാനിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്.
അതേപോലെ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, എന്താണ് ഒരു ജീവനേക്കാൾ വലുതല്ല ഒരു വാളും, നിന്റെ കസിനെ നീ രക്ഷിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് എന്തും തരും എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് സന്തോഷമാവും കേട്ടോ. അവൾ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇവർ മൂന്നാളും കൂടി സീയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജൂനിയേഴ്സ് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട് നമുക്കെന്നാ പറന്ന് പോയാലോ എന്നുള്ള പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷു പറയുന്നുണ്ട്, അയ്യോ എനിക്ക് പറക്കാൻ അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജൂനിയേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, അത് സീയിങ് നിന്റെ മൈൻഡ് കൺട്രോൾ ആക്കിയിട്ട് നിന്നെ അവിടെ നിന്ന് പറത്തിക്കോളും എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ സീയിങ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലിങ്ഷു പറയുന്നുണ്ട്, എന്താണ് ടിയാനും മാംഗ്ലിയും കൂടി ഒരുമിച്ച് പോയിക്കോട്ടെ, നമുക്ക് രണ്ടും കൂടി പോകാം, എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഓക്കെ സെറ്റ് എന്നുള്ള രീതി പറഞ്ഞിട്ട് എല്ലാവരും കൂടി പറന്നു പോകുന്നു കേട്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവരെ മൂന്നാളുടെയും മൈൻഡ് നമ്മുടെ സീയിങ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് സീന് അറിയാൻ പറ്റും. പിന്നെ കാണിയെന്ന് വെച്ചാൽ നമ്മുടെ ടിയാൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഒന്നും നോക്കാതെ വൈകിട്ടും എന്താണ് വാവ് വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മാംഗ്ലിയും ഭയങ്കര സന്തോഷത്തിൽ പറക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലിങ്ഷു പറയുന്നുണ്ട്, ഇവരെന്ത് ഇത്ര സ്പീഡിൽ പോകുന്നതിന് പതുക്കെ പൊക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീയിങ് ഭയങ്കര സ്പീഡ് കൂട്ടുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ലിങ്ഷു പെടുന്ന തെന്നി ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ സീയിങ് അവളിങ്ങനെ പിടിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഇവരെന്താണ് ഇങ്ങനെ വർക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ സീയിങ് ഇവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താണ് മാംഗ്ലിയും ടിയാനും ഭയങ്കര ജോഡിയായിട്ടാണല്ലോ പോകുന്നതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുമ്പോൾ അത് ഇങ്ങനെയൊന്നും പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് അവളുടെ മനസ്സ് മാറ്റിവിട്ടോ. എന്നിങ്ങനെ പറയും, എന്താണ് ഈ സ്ഥലങ്ങളൊക്കെ നോക്കുന്നല്ലോ മനോഹരമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ നമ്മുടെ മാംഗ്ലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ടിയാനും ലിങ്ഷയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്, പക്ഷെ ഇവരെന്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സീയിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സീയിങ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് ഇവരെല്ലാവരും കൂടി പിന്നെ ഒരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ ഇങ്ങനെ ദൂരേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ ഒരു സ്ഥലം നല്ല രസമുണ്ട് കാണാൻ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് പറയുന്നുണ്ട്, അതൊരുപാട് ചീത്ത ശക്തിയുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോകാനായിട്ട് നമ്മുടെ സീയിങ്ങിന് അനുമതിയില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിട്ടതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മൂന്നാൾക്കും വേണമെങ്കിൽ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീയിങ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണുന്നത് വെച്ചാൽ ഇവർ മൂന്നാളും കൂടി നൈറ്റ് അവിടെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ടിയാൻ നമ്മുടെ ലിങ്ഷോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ മാസ്ക് മാൻ ഇവിടെ വരാമെന്നല്ലേ പറഞ്ഞേ, മരുന്ന് കൊണ്ടിട്ട് എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ലിങ്ഷു പറയുന്നുണ്ട്, അവൻ എന്തൊരു മിന്നൽ പോലെയാണ്, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും, ആർക്കും തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ഷു പറയുമ്പോൾ നമുക്ക് കിടക്കുന്നുണ്ട് കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ പാവം മാസ്ക് മാൻ ഉണ്ടോ കാണിക്കുന്നത്. മാസ്ക് മാൻ മരുന്നിന് വേണ്ടിയിട്ട് സുയാവിൻ്റെ അടുത്തേക്ക് പോയേക്കാണ്. അപ്പോഴത്തേക്കും സുയാവ് പറയുന്നുണ്ട്, നിനക്ക് മരുന്നിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് പറയുന്നുണ്ട്, അവൾക്ക് ഞാൻ ഇന്ന് കൊടുക്കാമെന്നാണ് വാക്ക് കൊടുത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് പറയും, മനുഷ്യർക്കാണ് വാക്കുമെല്ലാം, നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്സിനോട് കളവ് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ സുയാവാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കഴുത്ത് നിരിച്ചിങ്ങനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ മരുന്ന് തന്നെ കിട്ടണം എന്ന് പറയുമ്പോഴത്തേക്കും സുയാവ് അവൻ്റെ ശരീരത്തിലുള്ള എനർജി എല്ലാം എടുത്തിട്ട് അവൻ ആ മരുന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മാസ്ക് മാൻ ചിരിക്കുന്നു കേട്ടോ, ഇനി എൻ്റെ ഫ്രണ്ടിന് മരുന്ന് കൈമാറാലോ എന്നുള്ള രീതിയിൽ അവൻ സന്തോഷിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷയ്ക്ക് ആ ഒരു ഇത് കേട്ടിട്ടുണ്ടാവും കേട്ടോ, മെസ്സേജ് കേട്ടിട്ടുണ്ടാവും. അവൾ അവിടെ നിന്ന് മാസ്ക് മാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടാളും മീറ്റ് ചെയ്യാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ മാസ്ക് മാൻ അവൾക്ക് ഇങ്ങനെ മരുന്ന് കൈമാറുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷു ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് വാള് വേണ്ടേ, വാള് തന്നില്ലെങ്കിൽ നിന്റെ ബോസ് നിന്നെ വഴക്കുറയില്ല ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, എന്താണ് അതൊന്നും സാരില്ല, നീ നിന്റെ കസിനെ പോയി രക്ഷിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അവൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോഴത്തേക്കും അവൻ്റെ മേലൊക്കെ അവനോട് കൂളായിട്ട് ഇരിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷു പറയുന്നുണ്ട്, നീ ഇത് കഴിക്കുക, എൻ്റെ കസിനെ ഞാൻ പിന്നീട് രക്ഷിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ പറയും, അതൊന്നും സാരമില്ല, നീ അവൾക്ക് തന്നെ കൊണ്ട് കൊടുക്ക്, നിന്റെ കസിനെ നീ രക്ഷിക്കുന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ മാംഗ്ലിനെ സ്വപ്നം കാണാണ്, അതായത് ആ ഒരു സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബോക്സിംഗ് ടൗണിലേക്ക് നീ എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള രീതിയിലുള്ള സ്വപ്നമായിരിക്കും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലിഞ്ച് ചോദിക്കും എന്തോ ഇരുന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിയുടെ കഴുത്തിലുള്ള ആ ഒരു മാലയിലുള്ള കല്ലിനെ ജ്വലിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും ടിയാനും എണീക്കുന്നുണ്ട്. ടിയാനും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, നിങ്ങളൊന്നും പാനിക്കാവണ്ട. അവളെന്നെ പറയും, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിക്കുന്ന സമയത്തും എൻ്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്നോട് കനവിൽ വന്നിട്ട് ആരൊക്കെയോ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവളുടെ ഫാമിലിയിലെ രഹസ്യങ്ങളൊക്കെ ആ ബോക്സിൻ്റെ ടൗണിൽ ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എനിക്ക് നിങ്ങളെ കൂട്ടി പോകാൻ പേടിയാണ്, നിങ്ങളുടെ ഒരു ട്രാവൽ കണ്ടിന്യൂ ചെയ്തോന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും, ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കണം, നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നമുക്കിനി അടുത്ത ട്രാവൽ ചെയ്താൽ മതി എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ മൂന്നാളുകൾ നോക്കിയിരിക്കുന്നതിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക,
അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി. ബൈ.